പുള്ളിയുടെ കഴിവുണ്ട്. പുള്ളി ഭയങ്കര ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പുള്ളിയുടെ ട്രാക്കുകളെല്ലാം. സീൻ ചേഞ്ച് ഏതോ കാലം മുതൽ തുടങ്ങിയ മുതൽ സീൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആള്. അത് ആ ടൈമില് അങ്ങനത്തെ ട്രാക്ക് ഇല്ല. സുഷിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് പ്യൂർലി അപ്പാർട്ട് ഫ്രം നിങ്ങളുടെ വരികളേക്കാൾ സുഷിന്റെ അടുത്ത് നിങ്ങളുടെ ആ ഒരു വോയിസ് ആണ് എത്തുന്നത് അല്ലെ, മീൻസ് പാടുന്നത്. വരികൾക്കൊപ്പം വോയിസ് എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് ഇത്രയും. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാൽ ആ വരികൾക്ക് ഇപ്പൊ പറഞ്ഞത് ആ ഒരു ക്യാരക്ടർ മലയാളി മങ്കി പറഞ്ഞ തലതെറിച്ച, അപ്പൊ ആ ട്രാക്കിന് ആ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ബേസിക്കലി ഞങ്ങളുടെ ഇമേജിന് വരാൻ പോണത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബാനൊക്കെ കിട്ടുന്നത് എനിക്കറിയില്ല, എനിക്ക് തന്നെ ട്രാക്കിലേക്ക് ചിലപ്പോൾ ബാനൊക്കെ വരായിരിക്കും. ഞങ്ങളുടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, മേ ബി ചിലപ്പോൾ നീ മറ്റേ ഫസ്റ്റ് നെയിം പറയാം, അറബിയുടെ ചന്തി എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോ അത് ചിലപ്പോ ബാനൊക്കെ എടുത്ത് വീട്ടിലിരിക്കും, അറിയില്ല. അപ്പോ ബേസിക്കലി ഈ ക്യാരക്ടർ ആണ് ആ ട്രാക്കിന്റെ എഴുത്തും അതുപോലെ. അത് അത്രയും രസമുള്ള എഴുത്താട്ടോ, പിന്നെ ശരിക്കും സൂപ്പർ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്കും അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പൊ ഈ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജിൽ വീഴുന്ന ഒരു എഴുത്ത് തന്നെയാണ് അതിലും കിടക്കുന്നത്. അപ്പൊ അത് ഞങ്ങളും നന്നായി എൻജോയ് ചെയ്ത്. ആ പടത്തിൽ 3 ക്യാരക്ടേഴ്സ് സഞ്ചരിക്കാൻ പോകുന്ന അവരുടെ ലൈഫിലെ സംഭവങ്ങളും ഈ തലതെറിച്ച വഴികളിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കുന്ന പരിപാടി തന്നെ ഞങ്ങൾക്ക് റിലേറ്റ് ആയി കേട്ടു. അത് മലയാളി മങ്കയുടെ സ്റ്റൈലിൽ എഴുത്ത് വേറെയാണ്, പക്ഷെ മൂപ്പര് മൂപ്പര് സ്റ്റൈൽ ഓഫ് എഴുത്താണ്. പക്ഷെ കണ്ടന്റ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരേപോലെ കിടക്കും. ഞാൻ കുറച്ച് കോട്ടുകളിൽ പാട്ടിറങ്ങിയ ശേഷം കോട്ടുകൾ മാത്രം ഇടുന്നുണ്ട്. മറ്റേ സാധനത്തിൽ ഇട്ട പോലെ പെരിയാറിനാരും മകളെ പോലെ തന്നെ ഈ പാട്ടിൽ ഇടാൻ പറ്റിയ കുറച്ച് കോട്ടുകളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര മാച്ചിങ്, ഞങ്ങളുടെ ബ്രാൻഡിന് മാച്ചിങ് ആയിട്ടുള്ള കുറെ ലിറിക്കുകളുണ്ട് അതിൽ. അടിപൊളിയാണ്. ലിറിക്സ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, മീൻസ് ഒരു വേറെയാണ്. ഇപ്പൊ മറ്റേ നമ്മുടെ വിനായകന്റെ പാട്ടില് പൊതുവെ ഉള്ളത് തന്നെ നല്ല അടിപൊളി വാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ആദരാഞ്ജലികൾ നേരട്ടെ എന്ന് പറയാൻ പറ്റുന്ന പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുക, ആ പരിപാടി കണ്ടതില്. നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ പറച്ചിലാണെന്നുണ്ടെങ്കിൽ പുള്ളി മ്യൂസിക്കിനെ ഒപ്പിച്ചിട്ടുള്ള ലിറിക്സ് ആണ് പലപ്പോഴും വരാറ്. ഇപ്പൊ ആദരാഞ്ജലികളാണെങ്കിലും ബാക്കിയെല്ലാം മ്യൂസിക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ വരാറ്. സോ അങ്ങനെ എത്തിച്ചു പാടുന്ന ഇപ്പൊ നിങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനേക്കാൾ ഒരു പാട്ടിന്റെ ലിറിക്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ ഒരു പൊടിക്ക് ഒരു നീട്ടം കൂടുതൽ കൊടുക്കേണ്ടി വരാം ആ മ്യൂസിക്കിനനുസരിച്ചിട്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ ഈ പാട്ടിന്? ഇപ്പം പാടിയിട്ട് എന്റെ പോപ്പ് ഫിൽറ്റർ ഉണ്ടല്ലോ, പാടിട്ട് തുപ്പൽ നിറഞ്ഞിരുന്നിട്ട് അവിടുത്തെ എഞ്ചിനീയർ എന്താണ് ഉച്ചക്ക് മീനാണോ കഴിച്ചത് മുള്ളറൊക്കെ കാണുന്നില്ല, ആ ലെവലിൽ നിൽക്കുകയാണ്. അടിപൊളി റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു. പിന്നെ ആള് മഞ്ഞുമലിന്റെ ആ സമയത്താണ് റെക്കോർഡിംഗ് നടക്കുന്നത്, മഞ്ഞുമൽ സക്സസിന്റെ ആ സമയത്ത് നടക്കുന്നുണ്ട്. ചില്ലായിരുന്നു, വൈബ് ചെയ്ത്. ഞങ്ങൾ കണ്ടതിൽ വെച്ച് വിഷയം മ്യൂസിക് പ്രൊഡ്യൂസറാണ് ഈ സുഷിക്കാന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ ഇത്ര പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി നല്ല ഓട്ടത്തിനിടയിൽ ഒരു ദിവസമാണ് എനിക്ക് കിട്ടിയത്. ഒരു മിനിറ്റ് കേട്ടോ, എന്താണ് എല്ലാം മിഴിഞ്ഞിരിക്കണ പോലെ നീ പറ. പറ്റും മറ്റേ ചില ദിവസങ്ങൾ ആളെങ്ങനെയാണ്, ഒന്നും സംസാരിക്കുന്നില്ല. കൂൾ നമുക്ക് കൂൾ. നമ്മുടെ ലിറിക്സിലോട്ട് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അധികം ഫെമിലിയർ അല്ലാത്ത രീതിയാണ് മലയാളം വരികൾക്കിടയിൽ വരുന്ന ഇംഗ്ലീഷ് വാക്കുകൾ. തമിഴിലൊക്കെ ഇപ്പൊ തമിഴ് കുത്ത് സോങ്സിലാണെങ്കിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മലയാളത്തിന്റെ ഫ്ലോയെ നഷ്ടപ്പെടുത്തുന്ന ഇംഗ്ലീഷ് വേർഡ്സ് അതിനിടയിൽ വരുന്നു എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ പാട്ടിനിടയിൽ ആ ഒരു ഫീൽ വരുന്നില്ല. ഈ പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഒരു രീതി ആയതുകൊണ്ടായിരിക്കാം അത്. എങ്കിൽ പോലും ആ ഇംഗ്ലീഷ് വേർഡ്സ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് ഇതിന്റെ ഒരു ഫ്ലോ കളയുന്നു എന്നുള്ളത്? നമുക്ക് പണ്ട് നമ്മൾ ഈ മലയാളം സംഭവത്തിന് മുമ്പ് നിങ്ങൾ എപ്പോഴും പറഞ്ഞ സംഭവം ശരിക്കും മലയാളത്തിൽ ഇംഗ്ലീഷ് സാധനം കയറ്റിയത് എപ്പോഴും ഈ ഉടച്ചിട്ടത്. അതൊരു മലയാളത്തിലെ പാട്ടുകൾ പണ്ട് അതിനൊരു നാടക സംഭവം ഇത് ട്രെയിൻ ചെയ്യുന്ന നമ്മൾ കേട്ട് വരുന്ന സാധനം ബ്രേക്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം. പോയറ്റിക് ശൈലി ഉണ്ടല്ലോ, ഒരു ശൈലി ഉണ്ട് മലയാളത്തിന്, ഭയങ്കര കൾച്ചറൽ ആയിട്ടുള്ള രസമുള്ള ഒരു അടിപൊളി ഒരു കാലങ്ങളായിട്ട് നമ്മൾ ഭയങ്കര യൂണീക്ക് മ്യൂസിക് ആണെന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ മലയാളത്തില്. ഇപ്പൊ അങ്ങനത്തെ പാട്ടൊന്നും അങ്ങനത്തെ കമ്പോസിഷൻസോ അങ്ങനത്തെ സംഭവങ്ങൾ തമിഴിലില്ല, ഹിന്ദിയിലില്ല,
അറബിക്കിലില്ല, ഇംഗ്ലീഷ് മ്യൂസിക്കിലില്ല, പ്രത്യേക മെലഡി കണ്ടിട്ട്. മലയാളത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, എല്ലാത്തിനും പാറ്റേൺ റിപ്പീറ്റേഷൻ, അതിന്റെ മാർക്കറ്റാണ് തോന്നുന്നു. മേ ബി ഇപ്പോൾ ഒരു ട്രാക്ക് ഹിറ്റായി കഴിഞ്ഞാൽ അതുപോലത്തെ ട്രാക്കുകൾ ഇങ്ങനെ ലൂപ്പായിട്ട് കുറച്ച് ഓടും, കുറച്ച് കാലം പിന്നെ അത് ബ്രേക്ക്. അതെനിക്ക് എല്ലാ സിനിമയിലും ഇത് ബിസിനസ് ആവുന്ന നമ്മുടെ അത് അങ്ങനെയാണ്. കാരണം അവർ നോക്കുമ്പോൾ ഇത് വർക്കായി, ഇതേപോലത്തെ ഒരു സാധനം വന്ന് എനിക്ക് വീണ്ടും ബിസിനസ് നടക്കും. അതെനിക്ക് അങ്ങനത്തെ തോട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ ലൂപ്പായിട്ട് റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു എന്റെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാല് മറ്റേ എനിക്ക് തോന്നിയാലും വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് പണ്ടത്തെ മലയാളം വ്യത്യാസമായിരുന്നു. ഒരു 20-30 വർഷം മുമ്പത്തെ ആളുകൾ സംസാരിക്കുന്ന രീതി വ്യത്യാസമായിരുന്നു. ആയിരിക്കുമല്ലോ, വ്യത്യാസമുള്ളൂ. നമ്മൾ തന്നെ മനുഷ്യരെന്നെ ഈ പുരാണ കാലങ്ങളിൽ മനുഷ്യരെങ്ങനെയാണ് സംസാരിച്ചെന്നുള്ള ഇന്റർപ്രിട്ടേഷൻ വെക്കണ തന്നെ ഭയങ്കര കട്ടി മലയാളത്തിലൊക്കെയാണല്ലോ. അല്ല, പിന്നെ വാക്കുകളുടെ അർത്ഥം മാറുന്നുണ്ട്. പണ്ട് ഊക്ക് എന്ന് പറഞ്ഞ വെച്ചാൽ ശക്തി എന്നായിരുന്നു, പിന്നെ ഊക്ക് മാറി വേറെ അർത്ഥത്തേക്ക് പോയി. ഇപ്പൊ ഊക്ക് വരെ കളിയാക്കലേ. അപ്പൊ ഇത് ചേഞ്ചിങ് ആണത്. ഇത് എന്തുകൊണ്ടാ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ട്രാക്കിന് ഒരു ഊക്ക് എന്നാണ്. അതിന്റെ പ്രൊമോഷൻ പ്ലഗ് ചെയ്യാൻ നോക്കിയാണ്. ഗുഡ് ജോബ്. സുഷിൻ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ടിപ്പിക്കൽ ഒരു എന്താ പറയാ മാരി കൈൻഡ് ഓഫ് വൈബിൾ ഒരു മൂവി, അടിച്ചുപൊളി മൂവിയാണെന്നുള്ളത്. അങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. ഫഹദിന്റെയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അവതാർ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുള്ള ഒരു ഫീൽ ഉണ്ട്. നിങ്ങളുടെ ട്രാക്ക് വരുന്ന സമയത്ത് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, പക്ഷെ ആ ഒരു ട്രാക്ക് വരുന്ന സമയത്ത് is there any artist like ഫഹദോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങളും കേൾക്കുന്നത്. മേ ബി ഇൻട്രോ ട്രാക്ക് ആയിരിക്കും തോന്നുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ നല്ലൊരു സ്ഥലത്തേക്കും വരുന്നുണ്ടാവുക, അത് ഉറപ്പാണ്. സ്ഥലത്താണ് വരുന്നത്. സുഷിൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ സീൻ മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളത്? സീൻ മാറ്റാൻ കഴിഞ്ഞു. 2 വർഷം മുന്നേ പുള്ളി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിൽ മലയാളം മൂപ്പർ ഏതോ കാലങ്ങളിൽ സീൻ മാറ്റി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതന്നെ ഈ സിനിമയിലൂടെ മാറ്റാൻ പറ്റില്ലാണ് ഇവിടെ സീൻ മാറുള്ളൂ. ഇൻഡിപെൻഡന്റ് ഇതൊക്കെ എല്ലാം ചെയ്താലും അത് ആളുകൾക്ക് എപ്പോഴും തിയേറ്ററിൽ നിന്ന് ആ ക്യാരക്ടറിന്റെ ഒപ്പം ഒരു സാധനം കിട്ടുമ്പോഴാണ് പൂർണ്ണമായി വീട്ടിലെത്തുന്നത്. വൈഡർ ഓഡിയൻസിന്റെ മുൻപിൽ അതിനിടയിലൊക്കെ ചക്ക വീണതാണ് ഞങ്ങളുടെ മുമ്പിൽ. ഡെഫിനറ്റ്ലി ആ ട്രാക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾ കൂടുതൽ കേട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിലാണെങ്കിലും ഈ ട്രാക്ക് അവിടെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ഇത്. പക്ഷെ നമുക്ക് അറിയില്ല ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സോഴ്സും ഇല്ല. എന്താ ഞാൻ പറഞ്ഞത്, അത് എനിക്ക് വേറെ കാര്യം അത് തോന്നിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ പേര് അറിയോ? നമുക്ക് അറിയില്ല, അത് നമ്മുടെ കൾച്ചറാണ്. നമ്മൾ തപ്പിപ്പോ നമ്മൾ പാട്ട് കിട്ടിയ മുമ്പിൽ നിന്ന് അറിയണ്ടോ മലയാളി മുമ്പ്? എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കും അറിയണ്ടാവില്ല. മുമ്പിൽ നിന്ന് അറിയണ അത്രയൊന്നും അത് എനിക്ക് തോന്നുന്നത് ഇവിടത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നു എനിക്ക്. കാരണം അങ്ങനെ കുറെ ഇടയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു മലയാളത്തിൽ സംഭവിക്കുന്നത്, അതായത് ആർട്ടിസ്റ്റുകളുടെ പേരിൽ മാത്രം സിനിമകൾ അറിയപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ആവേശം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിന് അപ്പുറത്തേക്ക് സുഷിൻ ശ്യാമും ജിത്തു മാധവും ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. പുള്ളിയുടെ കഴിവുണ്ട്, പുള്ളി ഭയങ്കര ഔട്ട്സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ പുള്ളിയുടെ ട്രാക്കുകളെല്ലാം. സീൻ ചേഞ്ച് ഏതോ കാലം മുതൽ അത് തുടങ്ങിയ മുതൽ സീൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആള്. അത് ആ ടൈമിൽ അങ്ങനത്തെ ട്രാക്ക് ഇല്ല. ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവേശത്തിലോട്ട് എത്തിയത് കൊണ്ടാണ് മലയാളി മങ്കീസ് ഒരുപക്ഷെ ഇപ്പോ ഈ ഒരു ടൈമില് വീണ്ടും തിരിച്ചാളുകൾ സംസാരിച്ചു തുടങ്ങാൻ പോകുന്നത്. ആവശ്യത്തിലോട്ട് എത്തുന്ന സമയത്ത് ഇനി ട്രാക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ എപ്പോഴുള്ള ഒരു പ്രത്യേകത. അതായത് ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ടൈം പീരീഡില് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. ഒരു ട്രാക്ക് ഇറങ്ങി കഴിഞ്ഞു, പതുക്കെ നമ്മൾ ആളുകൾ മറന്നു തുടങ്ങുന്നു, പിന്നെ പുതിയത് ഇറങ്ങുന്നു, അപ്പൊ വീണ്ടും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആവേശം വേറൊരു രീതിയിൽ മലയാള സിനിമയുടെ മറ്റൊരു മുഖം കൂടെ കാണിക്കാൻ പോകുന്നു എന്നുള്ളത് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ മലയാള സിനിമ കൂടെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു വർഷം വളരെ നല്ലൊരു സമയമാണ് സിനിമയ്ക്ക്. അതെ, പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കുള്ള വിസിബിലിറ്റി പോലെ തന്നെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെയും ആളുകളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നത് അഭിനേതാക്കളെ മാത്രമല്ല, പലപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങും. അതെ, ഇനി മലയാളി മങ്കിക്ക് ഒരു പക്ഷെ മലയാളത്തിൽ നിന്ന് പുറത്തോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ വരാം. ഐ മീൻ ഈ ഒരു വലിയൊരു സ്പേസ് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട്.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പേരിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ട്രാക്കുകളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്പേസ്, നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ മാസ്കിന് പുറകില് ഇന്റർനാഷണൽ മ്യൂസിക്കും അല്ലെങ്കിൽ ലോകത്തും മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുന്ന മ്യൂസിക്കിനെ ക്യാരി ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത്. അപ്പോ വേറൊരു ലാംഗ്വേജിലോട്ട് പോയി കഴിഞ്ഞാൽ മലയാളി മങ്കിയുടെ ഒരു ഐഡന്റിറ്റി ഈ കൈൻഡ് ഓഫ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ടോ? ചെയ്തല്ലേ അറിയുള്ളൂ. ഇപ്പൊ ഒന്നും ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ജോടക്ക് പിന്നെ എന്നൊക്കെ പറയാം, പക്ഷെ അറിയില്ലട്ടാ. പ്രതീക്ഷിക്കുന്നുണ്ടോ? ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എവിടെ പാട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഭാഷ ഇല്ലെങ്കിലും പാട്ട് ചെയ്യാൻ പറ്റാൻ എപ്പോഴും നോക്കിയാണ്, ഓണാണ്. അപ്പോ അല്ല, നിങ്ങളുടെ ഒരു ചിന്ത എന്തെയാണ് ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു ഇപ്പോഴത്തെ മലയാള സിനിമ ഭയങ്കര ഗ്രോത്ത് ആട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് സീൻ ഇപ്പൊ മാറുന്നത് പ്രോമോ സോങ്ങിലൂടെ ഇൻഡിപെൻഡൻസ് സീനിനെ മലയാള സിനിമ നല്ലപോലെ അപ്ലിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം അത് എനിക്ക് മലയാള സിനിമ ഇൻഡിപെൻഡന്റിനോട് കാട്ടുന്ന ഒരു സ്നേഹമായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാത്തിനും പ്രോമോ സോങ് വരുന്ന അതിൽ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നല്ലൊരു കൾച്ചറാണ്. ഇത് പണ്ട് പുറത്തൊക്കെ ഉണ്ടായിരുന്നാണ്, അത് ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ഇനിയും പോട്ടെ, ഇനി ഇതിനപ്പുറം വരണം എന്നാണ്. നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള OTTs കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് മ്യൂസിക്, മീൻസ് സൗത്തിലെ ആർട്ടിസ്റ്റുകളായിട്ട്. പലപ്പോഴും സൗത്തിൽ ഈ ഒരു വിസിബിലിറ്റി വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ അങ്ങനെയുള്ള ഒരു വലിയ സീൻ മാറ്റം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലും നടക്കുന്നുണ്ട് വലിയ രീതിയിൽ. അതൊരു വലിയ ഹോപ്പായിട്ട് മാറുകയാണ്. ആ സമയത്താണ് ആവേശം ഇറങ്ങുന്നത്. ആവേശത്തില് എല്ലാവരും ആവേശത്തോടുകൂടി കാണുന്ന പോലെ തന്നെ നിങ്ങളും കാണുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആവേശം ഒരു അടിപൊളി വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ മലയാളി മങ്കീസ് ആവേശത്തിൽ അങ്ങനെ ആളുകളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കട്ടെ. അല്ല, ഞങ്ങളുടെ ട്രാക്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് സൂൺ അടുത്ത ട്രാക്ക് തിങ്കായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സൂൺ വരും. ഊക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനു മുമ്പ് ഞങ്ങൾ പാടിണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കപ്പിൾ ഓഫ് ട്രാക്സ് കുറച്ച് വരുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് എഴുതി കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പൊ ഇറക്കാൻ പോകുന്ന പാട്ടും 2 വർഷം മുമ്പ്, ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പാട്ടും 2 വർഷം മുമ്പേ പാട്ടാണ്. ഇല്ലല്ലോ 2 വർഷമായി, 1 വർഷം, 1.5 വർഷമായി, 1.5 വർഷം. ഊക്ക് 1.5 വർഷം. അപ്പൊ ഇത് അപ്പൊ ഇത് അത് കണ്ടത് ഈ ട്രിപ്പിലാണ് ഓടുന്നത്. സമയം കൊണ്ടൊന്നും അറിയുന്നില്ല. അപ്പൊ അത് ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ട്രാക്കിൽ ഇനി വന്നുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. എന്തായാലും മങ്കീസിന്റെ കിടിലൻ ട്രാക്സ് കേൾക്കാൻ പറ്റട്ടെ.